اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും ശുദ്ധ പ്രകൃതിയിലാണ് ആ കുഞ്ഞ് ജനനം കൊള്ളുന്നത്. ഏതൊരു കുഞ്ഞ്, അതൊരു മുസ്ലിമായ ആളുടെ കുട്ടിയാണെങ്കിലും ശരി, ഒരു കാഫിറിന്റെ കുട്ടിയാണെങ്കിലും, ഏതൊരു കുട്ടിയാണെങ്കിലും ആ കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് ജനിക്കുന്ന സന്ദർഭത്തിൽ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് പറയലുണ്ട്, വല്ലാതെ പ്രാരാബ്ദങ്ങളൊക്കെ വല്ലാതെ വരുമ്പോ, ഇപ്പൊ ഞാൻ തന്നെ നമ്മളെ കുട്ടിയോട് പറയലുണ്ട്, ഏറ്റവും നല്ല സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്, നയനമനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പത്തിലുള്ള ആ ഒരു 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന ആ കാലമാണ്. കാരണം അന്ന് നമുക്ക് പേടില്ല, സങ്കടങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രാരാബ്ദങ്ങളില്ല. ഏറ്റവും സുവർണ കാലഘട്ടം, ഒന്നിനും ഭയപ്പെടാത്ത ഒരു കാലഘട്ടം. കാരണം എന്താണ്? ആ സമയം എന്ന് പറയുന്നത് നമുക്ക് തക്ലീഫില്ല. നമ്മളോട് ഇന്നത് ചെയ്യ്, ഇന്നത് ചെയ്യണ്ട എന്ന് അള്ളാഹുവിന്റെ തക്ലീഫ് നമ്മിലേക്ക് എത്താത്തൊരു സമയമാണ് ഏത്? ആ ഒരു കുട്ടിയുടെ സമയം. അപ്പൊ അള്ളാന്റെ റസൂല് പറയണേ, ഏതൊരാൾ ജനിക്കണ സമയത്തും ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി എന്ത് ചെയ്യണത്? ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത്. പിന്നീട് ആ കുട്ടിയിൽ ഞാൻ എന്ന ഭാവം കടന്നുകൂടും. ആ കുട്ടിത്വം കഴിഞ്ഞ് ബുലൂഗിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത്, തക്ലീഫിന്റെ പ്രായം എത്തുന്ന സമയത്ത് ഞാൻ എന്ന പറയുന്നൊരു ഭാവം ആ കുട്ടിയിലേക്ക് കടന്നു വരികയാണ്. അതോടുകൂടെ പിന്നെ അവനക്ക് പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി, സങ്കടങ്ങളായി, ദുഃഖങ്ങളായി, തീർത്താൽ തീരാത്ത, മരുന്നുകൊണ്ട് മാറ്റിയാൽ മാറാത്ത, മോട്ടിവേഷൻ കൊണ്ട് മാറ്റിയാൽ മാറാത്ത ഒരു പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചേരുകയാണ്. സത്യത്തിൽ ഓൻ എങ്ങനെയായിരുന്നു? ഏറ്റവും നല്ല ആ ബ്രഹ്മാവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഓൻ എന്ത് ചെയ്യണത്? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലി എന്ന് പറയുന്ന അധമന്മാരിൽ നിന്നും അധമന്മാരിലേക്ക് പിന്നെ ഇങ്ങനെ പോയി വരികയാണ്. കാരണം ഞാൻ എന്ന ഭാവം, എനിക്ക് എല്ലാത്തിനും കഴിയും, എനിക്കൊന്നിന്റെയും ആവശ്യമില്ല, എനിക്കൊന്നിനും തഖ്ലീദിന്റെ ആവശ്യമില്ല, ഒന്നിനെയും അവലംബമാക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ്, എനിക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല എന്ന അവന്റെ നഫ്സാനിയായ ഒരു കിബറിന്റെ ഒരവസ്ഥ അവനിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായി മനുഷ്യൻ മാറിപ്പോണത്. ഏതൊരു മനുഷ്യനും ഇനി എങ്ങട്ടാഞ്ഞ് മടങ്ങിപ്പോണ്ടത്? വയസ്സനായാലും പിന്നെ ഓൻ ഏതിലേക്കാ മടങ്ങി വരേണ്ടത്? ഓൻ ഏതൊരവസ്ഥയിലാണോ ഈ ഭൂമിയിലേക്ക് ഉദയം ചെയ്തത്, ശുദ്ധ പ്രകൃതിയിലായിരുന്നില്ലവൻ, അതിലേക്ക് തന്നെ അവൻ മടങ്ങണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരു ശുദ്ധ പ്രകൃതിയിലേക്ക് അവൻ എന്ത് ചെയ്യണം? ഇനി മടങ്ങണം. കാരണം അള്ളാഹുവിനെ പൂർണ്ണമായി അറിഞ്ഞ് ആ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങിയ ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയുന്നുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓൽക്ക് എന്തില്ല? പേടിയോ സങ്കടങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ചെറുപ്പത്തിലെ കുട്ടിക്കും എന്താണ് അവസ്ഥ? സങ്കടങ്ങളില്ല, പരിഭവങ്ങളില്ല. അതേ അവസ്ഥയാണ് എപ്പോഴും ആവേണ്ടത്. മരിക്കുന്നതിന്റെ മുമ്പേ നമ്മളായി തീരേണ്ടത്. എങ്ങനെയാണോ നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നത്, പോകുമ്പോഴും അതായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മരിക്കേണ്ടത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കി?
ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, വൽ ഫിത്രത്തു, എന്താണ് ഈ ശുദ്ധ പ്രകൃതി എന്ന് പറഞ്ഞാല്, ഹിയൽ ഖുത്ബാനിയത്തുൽ ഉളുമ, അത് ഏറ്റവും ഉന്നതമായ ഖുത്ബാനിയത്തിന്റെ ഒരു പദവിയാണ്. ഏത്? ശുദ്ധ പ്രകൃതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ സമയം. ഇപ്പോ ഒരു ഹജ്ജ് കഴിഞ്ഞ്, പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. ഹജ്ജിന് രണ്ട് രൂപത്തിലാണ് പ്രതിഫലം പറഞ്ഞത്. ഒന്ന്, സ്വഹീഹായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. രണ്ടാമത്തത്, ഹജ്ജിനുള്ള പ്രതിഫലം ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിരിക്കും അവൻ. എന്താ? ഏറ്റവും വിലായത്തിന്റെ ഏറ്റവും ഉന്നതമായ മക്കാമിലേക്ക് അള്ളാഹു താല അവനെ മടക്കും. എപ്പോ? ഹജ്ജായി കഴിഞ്ഞാൽ. ഹജ്ജായി കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത്, അപ്പൊ നമുക്ക് എല്ലാത്തിനും കഴിവുള്ളൊരു അവസ്ഥയായിരുന്നു. എല്ലാത്തിനും നമുക്ക് എന്തിരുന്നു? കാരണം അത്രത്തോളം അള്ളാഹുവിനോട് വല്ലാതെ അടുത്ത, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇങ്ങനെ ചിറകുകൾ താഴ്ത്തി തരുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥയാണ് എന്ത്? ഒരു കുഞ്ഞിന്റെ അവസ്ഥ, അല്ലേ? ആരാരും കാണാത്ത ഇരുട്ടറക്കുള്ളിൽ വെച്ച് ചിത്രം വരച്ചവൻ ആരാന്ന് പറഞ്ഞൊരു ഒരു പാട്ടുണ്ടല്ലോ. എന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, നിൻ പ്രിയ മാതാവ് സുഖമായി ഉറങ്ങുമ്പോൾ നോക്കി ചിരിച്ചവൻ ആരാ? താങ്ങിപ്പിടുത്തും കൊണ്ട് താരാട്ട് പാടിക്കൊണ്ട് കാവൽ ഇരുന്നവൻ ആരാന്ന് പറഞ്ഞിട്ടൊരു ഒരു കവി എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞു കാലഘട്ടത്തിലുള്ളതായ ഒരു വിഷയത്തിന് അവതരിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു കുഞ്ഞിന്റെ മനസ്സിലേക്കാണ് വൃദ്ധനാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മടങ്ങിപ്പോണ്ടത്. എങ്ങനെ വന്നു? ക്ലീനായി. ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലീമായ കൽബിന്റെ അവസ്ഥയായിരുന്നു നമ്മൾ ഭൂമിയിലേക്ക് വന്ന സമയത്ത്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങിപ്പോകണം. അപ്പൊ ആ ഫിത്രത്ത് എന്ന് പറയുന്നത് ഹിയൽ ഖുത്ബാനിയത്തുൽ ഉളുമ, അത് വലിയൊരു പദവിയാണ്. പക്ഷെ വലാകിന്നക, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയാം, വലാകിന്നക, എങ്കിലും നീ തജ്ഹലു ഹഖീഖതക, നിന്റെ ഹഖീഖത്തിനെ നീ മറന്നുപോയി. നിന്റെ ഹഖീഖത്ത് നീ മറന്നുപോയി. കുഞ്ഞായിരിക്കണ സമയത്ത് വലിയ പദവിയായിരുന്നു നിനക്ക്. പക്ഷെ തജ്ഹലു ഹഖീഖതക, നിന്റെ ഹഖീഖത്ത് നീ മറന്നുപോയി. വതതഗാഫലു അൻ റുതുബതിക, നിന്റെ സ്ഥാനത്തിനെ കുറിച്ച് നീ എന്തായി? അശ്രദ്ധവാനായി പോയി. നിനക്ക് വലിയ സ്ഥാനം അല്ലാഹു തആല നീ ജനിക്കണ സമയത്ത് തന്നിരുന്നു. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ഭാവം നിന്നിലേക്ക് വന്ന സമയത്ത് അതൊക്കെ നിന്നിൽ നിന്ന് ഇല്ലാതെയായി പോയി, അതൊക്കെ നിന്നിൽ അസ്തമിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക്, വന്ന അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ്. അപ്പോഴാണ് അള്ളാഹു താല ഒരാൾ എന്താക്കുള്ളൂ? ഒരബുദാക്കുള്ളൂ, അല്ലേ? ഇബ്ലീസിനെ ശപിക്കപ്പെട്ടവനാക്കി അള്ളാഹു താല അവരോധിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞില്ലേ, അള്ളാഹുവേ, നിന്റെ അടിമകളെ മുഴുവൻ ഞാൻ നശിപ്പിക്കും, ഓന്റെ മുഴുവൻ ഹിദായത്ത് ഞാൻ എന്ത് ചെയ്യും? ഇല്ലാതെയാക്കും. അപ്പൊ അള്ളാഹു താല പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് ഒരു ആധിപത്യം ഉണ്ടാവില്ല, അവരൊന്നും ചെയ്യാൻ നിനക്ക് കഴിയില്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയണേ, വകൈഫ, എങ്ങനെയാണ് യകൂനുൽ ശൈത്താനി, ശൈത്താനി കഴിയാ? സുൽത്താനുൻ അലാ മൻ ഹുവ മഹ്സൂബൻ മിൻ ഇബാദിർ റഹ്മാൻ, അല്ലാഹു തആല പ്രത്യേകമായി പരിഗണിച്ച ഒരാളെ ശൈത്താൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഒന്നും ചെയ്യാൻ കഴിയൂല. വകൈഫ യകൂനുൽ ശൈത്താൻ, ശൈത്താൻ എന്താ കഴിയാ? ശൈത്താൻ എന്താ ആധിപത്യം ഉള്ളത്? അലാമൻ, ഒരാളുടെ മേലില്, ഹുവ, അദ്ദേഹം, മഹ്സൂബൻ മിൻ ഇബാദിർ റഹ്മാൻ, അള്ളാഹു പ്രത്യേകം പരിഗണിച്ച ആളാണ്. അവന്റെ മേലിൽ ഒന്നും ചെയ്യാൻ ഒരാൾക്കും എന്ത് ചെയ്യൂല? അള്ളാഹു തആല അധികാരം കൊടുക്കൂല. കാരണം എന്താണ്? കുഞ്ഞായിരിക്കുന്ന ആ പ്രകൃതിയിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോയി. ആ രൂപത്തിലാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? അവൻ മരിക്കേണ്ടത്. കുഞ്ഞായി ജനിച്ച് ഒരു കുട്ടി ചെറുപ്രായത്തില് മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഖബറിൽ ചോദ്യങ്ങളുണ്ടോ? ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇപ്പൊ നമ്മളാ അഫ്നാൻ എന്ന പൊന്നുമോൻ മരണപ്പെട്ടിട്ട് തൽഖീൻ നമ്മൾ ചൊല്ലിയില്ല, തസ്ബീത്ത് നമ്മൾ ചൊല്ലിയില്ല. പിന്നെ എന്തിനാ നമ്മൾ ദ്വാരക്കണം? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നാണ് ദ്വാരക്കണം. എന്തിനാ? ആ കുട്ടിയുടെ ദറജ ഉയരാൻ വേണ്ടിയിട്ടാ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോ ഈ വ്യക്തിക്കും അതുപോലത്തെ ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളില് ഞാനെന്ന ഭാവം കടന്നുകൂടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? തുമ്മറദനാഹു വസ്ഫല സാഫിരീൻ, ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പിന്നെയും മടങ്ങിപ്പോയി. അതുകൊണ്ട്
ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാല് ആത്മാവ് എന്ന് പറയുന്നതിന് ഒരിക്കലും മരണമല്ല. ആത്മാവിനെ ഒന്നും ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഈ ജഡത്തിന്റെ കൂടെ കൂടിയതാണ് അല്ലേ? ഈ മനുഷ്യ ജഡത്തിന്റെ ഒപ്പാണ് എന്ത് വന്നത്? ആത്മാവ് വന്നത്. എന്നാ ഈ മനുഷ്യ ജഡത്തിന്, ഈ ശരീരങ്ങൾക്കോ നഫ്സിനോ ആത്മാവിനോ വല്ലതും ചെയ്യാൻ കഴിയും? ആത്മാവ് അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിന്റെ ജിവാർ എന്ന് വന്ന സാധനം തൊടാൻ പറ്റൂല. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അതിനുമില്ല എന്ത്? അതിനും എന്തില്ല? ഉറക്കല്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. വല്ലാതെ നമ്മള് മറ്റേ ബാത്തിനിയായ വിഷയങ്ങൾ വല്ലാതെ ലാഹിറാക്കി പറയാൻ പാടില്ല. അതിന്റെ ആ മറക്കപ്പുറത്തേക്ക് നമ്മൾ നീങ്ങുമ്പോ നമ്മളെ ഹൃദയം കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിനാണ് നമുക്കൊരു ഗുരുവാണം എന്ന് പറയുന്നത്. നമ്മളെ മുഖത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് മതി? ഒരു കണ്ണാടി മതി. എന്നാൽ ഹൃദയത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കാൻ നമുക്കൊരു ഗുരുവാണ്. മുഖത്തിന്റെ പോരായ്മകൾ നമ്മൾ ലാഹിറായ ഒരു കണ്ണാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കും. ഇവിടെ കറുത്ത പാടുണ്ട്, ഇവിടെ മോശമായ പാടുണ്ട്, അല്ലെങ്കിൽ മുടി ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട്, അത് വെട്ടിക്കളയണം. നമ്മളെ മുഖത്തിന്റെ കണ്ണാടിയില്ലേ, അത് ലാഹിറായ കണ്ണാടിയാണ്. നമ്മുടെ അകത്തിന്റെ കണ്ണാടി ആരാണ്? നമ്മുടെ യഥാർത്ഥ ഗുരുവാണ്. ആ ഗുരുവിൽ പൂർണ്ണമായി നമ്മൾ ഫന ആകുന്ന സമയത്ത് പിന്നെ നമുക്ക് മരണമല്ല. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ആദ്യ കാലഘട്ടത്തിൽ ദുആ ചെയ്തു, അള്ളാഹുവേ, നിന്നെ ആസ്വദിക്കാതെ, നിന്നെ അനുഭവിക്കാതെ, നിന്റെ മഅരിഫത്ത് ദർശിക്കാതെ അള്ളാഹുവേ നീ എന്നെ ഒരിക്കലും മരിപ്പിക്കല്ല എന്നാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ആ പറഞ്ഞത് മടക്കിയെടുത്തുട്ടോ. നിന്നെ അറിഞ്ഞാൽ ആർക്കെങ്കിലും മരണം ഉണ്ടായിട്ടുണ്ടോ? നിന്നെ ഒരാൾ ഒരു നിമിഷം അറിഞ്ഞാൽ പിന്നെ അവനക്ക് എന്തില്ല? മരണമല്ല. എന്റെ ചോദ്യം ഞാൻ മടക്കിയെടുത്തു. അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക് എന്താ മരണം? അവർക്ക് മരണമല്ല, ഹയാത്തും ബാദൽ മൗത്ത്. അവർക്ക് മരണം എന്ന് പറയുന്ന ഒരു സംഭവമേ അവരെ സംബന്ധിച്ചില്ല. പിന്നെ ഈ ആലമുഷഹാദയാകുന്ന ദുനിയാവിൽ നിന്ന് അള്ളാഹു തആല കെട്ടിപ്പൊക്കിയ ഈ സാധനത്തിനെ കുഴിച്ചു മൂടാനുള്ള ഒരു ലീല എന്ന് മാത്രമേ അതിനെ പറയൂ. ഒരു ചെറിയൊരു നാടകം എന്ന് മാത്രമേ അതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവ് എന്ന് പറയുന്ന സാധനത്തിന് എന്തില്ല? മരണം എന്ന് പറയുന്ന സംഭവമല്ല. അതുകൊണ്ട് പിന്നെയും പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രണയം എന്ന് പറയുന്ന സാധനം നമ്മൾ നിറക്കണം. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ ഞങ്ങൾ അവസാനം പറയാണ്, വലാ ഫളല ലി അഹദിൻ അലാ അഹദിൻ. ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല ഇല്ലാ ബിൽ ഹുബ്, സ്നേഹം കൊണ്ടല്ലാതെ. പ്രണയം എത്രമാത്രം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഹൈജാനാകുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഒരാൾക്ക് മറ്റൊരാളെക്കാളും എന്ത് ശ്രേഷ്ഠത. ഫമൻ സാദ ഹുബ്ബുഹു, ഒരാളെ ഹൃദയത്തിലെ പ്രണയം വർദ്ധിച്ചാൽ, വഹസുന ളന്നുഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭാവന അവനക്ക് എന്തായി? ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായി. ഇർതഫഅ ശഅനുഹു, അവന്റെ കാര്യം വളരെ ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലാ ഖദ്റുഹു ഫി മഖാമിൽ ഖുത്ബാനിയ, ഏറ്റവും ഉന്നതമായ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് എത്താൻ മാത്രം ആ പ്രണയത്തിന് അല്ലാഹു തആല കഴിവ് കൊടുക്കും. ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടോ? ഒരു മുരീദായ വ്യക്തി ഒരു യഥാർത്ഥ ഷെയ്ഖിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈ മുരീദിനെ അല്ലാഹു തആല വലിയ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നതാണ്. പക്ഷെ എന്തുവാണ്? ആ ഷെയ്ഖിനെ കാണാനുള്ള കണ്ണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വേണം. ആ ഒരവസ്ഥയിലേക്ക് മുരീദ് എന്ത് ചെയ്യണം? മാറണം. എന്നാലേ ഷെയ്ഖ് എന്താന്ന് ഒരു മുരീദിന് എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു മനുഷ്യനും ശുദ്ധ പ്രകൃതിയിലാണ് ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറഞ്ഞു, ആ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങണം. എപ്പോ? അവൻ മരിക്കുന്ന സമയത്ത്. എങ്ങനെയാണോ ജനിച്ചത് അതുപോലെ തന്നെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? മരിക്കേണ്ടത്. ഒന്നുമില്ലാതെ ഈ ഭൂമി ലോകത്തേക്ക് വന്ന് അതേപോലെ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ഭൂമി ലോകത്തേക്ക് പോകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ബേജാറാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഹഖീഖത്തിന്റെ വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹു തആലക്കുള്ളതാണ്, നമ്മൾ അവനിലേക്ക് തന്നെ മടങ്ങും. നമ്മൾ ലാഹൂത്തിയായ ലോകത്തുനിന്ന് അള്ളാഹുവിന്റെ ജിവാർ എന്ന് വന്നതാ, അവിടേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം. കാരണം ഒരു പ്രണയത്തിനെ മറ്റൊരു പ്രണയനാഥനെ കണ്ടെത്താൻ എന്ത് ചെയ്യുള്ളൂ? കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു വ്യക്തമായി നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ആത്മാവിന്റെ വിരഹം
അത് അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണതയിലേക്ക് അത് എത്തുള്ളൂ. അതുവരെ ആ ഒരു വിരഹാവസ്ഥ ആത്മാവിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളെ ശേഖ് തന്ന അമാലുകൾ വളരെ ഭംഗിയോടുകൂടെ ഇഖ്ലാസോടുകൂടെ അതിന്റെ ശുറൂത്തുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ ശേഖിലേക്ക് തവജ്ജുഹായി നമ്മൾ അമലുകൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഒരവസ്ഥ, ആ ഒരു ഫിത്രത്തിന്റെ കുതുബാനിയത്തുൽ ഉലമ എന്ന് പറയുന്ന അവസ്ഥ നമുക്കും മരിക്കുന്ന സമയത്ത് നേടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അർഹമുറാഹിമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങൾ ചൊല്ലിയ വിറുദ് വളീഫ ഹൈലലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അത് നിന്റെ ഹബീബായ ഞങ്ങളെ ഷഫിയായ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മശായിഖന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അഹ്മദ് തിജാനി തങ്ങളെ ഹളറത്തിലേക്ക്, സ്വലാഹുദ്ദീൻ തങ്ങളെ ഹളറത്തിലേക്ക്, മറ്റു മശായിഖന്മാരെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബുകൾ നന്നാക്കണേ അല്ലാഹ്. പൂർണ്ണമായും നീ തത്ഹീർ ചെയ്യണേ അല്ലാഹ്. മുഷാഹദയിലായി ജീവിച്ച് മുഷാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ഫത്ഹാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ അംറാദുൽ ഖുലൂബുകളെ നീ കരിച്ചു കളയണേ അല്ലാഹ്. ഞങ്ങളെ മശായിഖിന്റെ നദർ കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നതിന്റെ മുമ്പേ പൂർണ്ണമായും നിന്നെ അറിയാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഭയപ്പാടില്ലാതെ പ്രണയത്തോടുകൂടെ അനുരാഗം മൂർച്ഛിച്ചുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, അനുരാഗത്തിലായി ഒന്നും അറിയാതെ മരിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രണയനാഥനിൽ അലിഞ്ഞുകൊണ്ടുള്ളൊരു മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മശായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഇഖ്വാനികൾക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. ഞങ്ങളെ ജോലികളിലൊക്കെ നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കുടുംബത്തിന് മതിയായത് ഹലാലായ മാർഗത്തിൽ ഞങ്ങളെ കൈകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഹറാമായ സമ്പത്തിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹുവേ, നിന്റെ ഹബീബായ ഞങ്ങളെ ഷഫിയായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അറിയിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. റബ്ബേ, സ്വലാത്തുൽ ഫാത്തിഹിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടു കൂടെ ജീവിക്കാനും മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه